വെൽക്കം ടു മൈ ചാനൽ ഷംന എഡൂസോൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് 10ാം ക്ലാസ്സിലെ ബീർബക്കൂട്ടി എന്ന പാഠത്തിന്റെ 3ാം പാർട്ടുമായിട്ടാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ടുകൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞു ബീർബക്കൂട്ടി എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ഇത് എഴുതിയിട്ടുള്ളത് പ്രഭാതാണ്. ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളാണ് ബേലയും സാഹിലും. അവർ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇന്ദ്രഗോപത്തെ അഥവാ ബീർബക്കൂട്ടിയെ അന്വേഷിക്കുന്നതിന് വേണ്ടി തിരയുന്നതിന് വേണ്ടി അവർ രണ്ടുപേരും സ്കൂളിലേക്ക് നേരത്തെ പുറപ്പെടുമായിരുന്നു. അങ്ങനെ പട്ടണത്തിലുള്ള വയലുകളിൽ അവരെന്ത് ചെയ്യും? ഈ ഇന്ദ്രഗോപത്തെ തിരയും. ആ സമയത്ത് ബേലയോട് സാഹിൽ പറയുന്നു അവന്റെ പേനയില് മഷി നിറക്കണമെന്ന്. അങ്ങനെ അവർ മഷി നിറക്കാൻ വേണ്ടി കടയിലെത്തി. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ 2 പാർട്ടുകളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിനുശേഷമുള്ള കാര്യങ്ങളാണ്, കടയിലെത്തിയതിനു ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. പൈൻമേ കുച്ച് സ്യാഹി ബച്ചീതി, പേനയിൽ കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക്ക് ദിയ, അത് സാഹിൽ എന്താണ് മണ്ണിൽ ഒഴിവാക്കി കളഞ്ഞു. നയി സ്യാഹി ബർവാനെ കേലിയെ ദോനോ ദുക്കാൻ പർ പഹുഞ്ചെ, പുതിയ മഷി നിറക്കുന്നതിന് വേണ്ടി രണ്ടുപേരും കടയിലെത്തി. ഏക് പൈൻ സ്യാഹി ബർദോ, ഒരു പേനയിൽ മഷി നിറച്ചു തരൂ. സാഹിൽ സെ പെഹലെ ഹി ബേലാനെ ദുക്കാൻ വാലെ സെ കഹ, സാഹിലിന് മുന്നേ തന്നെ ബേല കടക്കാരനോട് പറഞ്ഞു. ബേട്ട സാഹി കി ബോത്തൽ അബി അബി ഗാലി ഹോ ഗയി ഹെ, മക്കളെ മഷിക്കുപ്പി ഇപ്പോൾ കാലിയായി പോയി, തീർന്നു പോയി. അബ് തോ കൽഹി മിൽ പായെങ്കി, ഇനി നാളെയെ ലഭിക്കുകയുള്ളൂ. ലേക്കിൻ ഇസ്നെ തോ പൈൻമേ ജോ സ്യാഹി ദി, അപ്പോൾ ബേല പറയാണ് ലേക്കിൻ ഇസ്നെ തോ പൈൻമേ ജോ സ്യാഹി ദി, ഇവന്റെ പേനയിൽ കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു. ഉസേബി, അതും ജമീൻ പർ ചിടക്ക് ദിയ, അവൻ മണ്ണിൽ ഒഴിവാക്കി കളഞ്ഞു. ബേല ബോലി, ബേല പറഞ്ഞു. ബാദൽ കോ ദേക്കർ ഗഡേക്കോ നഹി ടുലാന ചാഹിയെ, കാർമേഘം കണ്ടിട്ട് കുടത്തിലെ വെള്ളം ഒഴിവാക്കി കളയരുത്. ദുക്കാൻ വാലെ ബയ്യാനെ കഹേ, ആ കടക്കാരൻ പറഞ്ഞു. അവർ പൂച്ച, വീണ്ടും ചോദിച്ചു. കോൻസി കക്ഷാമേ പഠിത്തി ഹോ, കോൻസി മേ പഠിത്തി ഹോ, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പോൾ ബാദൽ കോ ദേക്കർ ഗഡേക്കോ നഹി ടുലാന ചാഹിയെ, ഇസ്കാ മത്ലബ് ക്യാ ഹേ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? കടക്കാരൻ പറഞ്ഞു കാർമേഘം കണ്ടിട്ട് കുടത്തിലെ വെള്ളം ഒഴിവാക്കി കളയരുത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കടക്കാരൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, നമ്മൾ സാഹിലും ബേലയും കടയിൽ മഷി ഉണ്ടാകുമെന്ന് വിചാരിച്ച് കയ്യിലുള്ള പേനയിലെ മഷി ഒഴിവാക്കി കളഞ്ഞു. കടയിലെത്തിയപ്പോൾ മഷി തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോഴാണ് കടക്കാരൻ പറഞ്ഞത് ബാദൽക്കോ ദേക്കർ ഗഡേക്കോ നഹി ടുലാന ചാഹിയെ, കാർമേഘം വരുന്നത് കണ്ടിട്ട് വീട്ടിലുള്ള കുടത്തിലെ വെള്ളം എന്താണ് നമ്മൾ ഒഴിവാക്കി കളയരുത്. മഴ വരുന്നുണ്ട്, ഒരു ഊഹം വെക്കും, മനസ്സിലെന്താണ് നമ്മൾ ഊഹിക്കുകയാണ്, മഴ വരുന്നുണ്ട് അപ്പൊ വെള്ളം കിട്ടും. അതുപോലെയാണ് കടയില് മഷിയുണ്ട്, അപ്പൊ പേനയിൽ ഉള്ള മഷി ഒഴിവാക്കി കളയാമെന്ന് വിചാരിച്ചിട്ടാണ് സാഹില മഷി ഒഴിവാക്കി കളഞ്ഞത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യത്തെയും ഊഹം വെച്ച് എന്താണ് ആ കാര്യം ചെയ്യാൻ പാടില്ല. അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് കാര്യവും ചെയ്യേണ്ടത്. അപ്പൊ കടക്കാരൻ അവരോട് വീണ്ടും ചോദിക്കുകയാണ്, കോൺസീമേ പഠിത്തേ ഹോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5വീമേ, 5ാം ക്ലാസ്സിൽ. സാഹിലിനെ ഏസേ ബുരേ മനസ്സേ ബത്തായ, സാഹിൽ എന്താണ് മനസ്സ് മടുത്തുകൊണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു പാപമാണെന്ന രീതിയിൽ. 5വീമേ പഠന പാപഹോ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു പാപമാണെന്ന രീതിയിൽ അവൻ മനസ്സ് മടുത്തുകൊണ്ട് പറയണം ഞങ്ങൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ദോനോ ദുക്കാൻ വാലെ ബയ്യാനെ കഹ, കടക്കാരൻ വീണ്ടും ചോദിക്കണം, നിങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ഹം ദോനവും, ഞങ്ങൾ രണ്ടുപേരും. അവർ ഹം ദോനം കാ സെക്ഷൻ ബി ഏക് ഹി ഹേ, ഞങ്ങൾ രണ്ടുപേരുടെയും ക്ലാസ് ഡിവിഷൻ പോലും ഒന്നാണ്. ഏതായിരുന്നു ക്ലാസ് ഡിവിഷൻ? എ, 5th എയിലാണ് ഞങ്ങൾ രണ്ടുപേരും പഠിച്ചിരുന്നത്. ബേലാനെ ഐസാ ഗുഷ് ഹോക്കർ ബത്തായ, ബേല ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ പറഞ്ഞു. ജയ്സേ യഹ് കോയി ബഹുത് ബഡി ബാത്ത് ഹോ, ഇതൊരു വലിയൊരു കാര്യമാണെന്ന രീതിയിൽ ബേല വളരെയധികം സന്തോഷത്തോടെ പറഞ്ഞു. എന്ത്? ഞങ്ങൾ രണ്ടുപേരുടെയും ക്ലാസ് ഡിവിഷൻ പോലും ഒന്നാണ്. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠ്തേ थे, ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. കോപ്പി മേ കാം കർത്തേ തോ ദോനോ കോപ്പി മേ കാം കർത്തേ थे, നോട്ട്ബുക്കിൽ ഒരാൾ എഴുതുകയാണെങ്കിൽ മറ്റേയാൾ എന്താണ് നോട്ട്ബുക്ക് എടുത്ത് എഴുതിക്കൊണ്ടിരിക്കും. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ, ഒരാൾ പുസ്തകം എടുത്ത് വായിക്കുകയാണെങ്കിൽ മറ്റേയാളും പുസ്തകം എടുത്ത് വായിച്ചു കൊണ്ടിരിക്കും. ബൽക്കി പാട് ബി ഏക് ബി പഠിത്തേ ഹേ,
മറിച്ച് പാഠം പോലും ഏത് പാഠമാണോ സാഹിൽ എടുത്തത് അതേ പാഠം എടുത്തിട്ടാണ് ബേലയും പഠിക്കുക. ബേല ഏത് പാഠമാണോ എടുത്തിട്ടുള്ളത് അതേ പാഠമാണ് സാഹിലും എടുത്ത് പഠിക്കുന്നത്. സാഹിൽ ചമക്ക് ഉടി ഉസൻ സതാവന്മേ. ഇവിടെ ഒരു പ്രയോഗം പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കാം. സാഹിൽ ചമക്ക് ഉടി, സാഹിൽ തിളങ്ങി, സൻ സതാവന്മേ, 57 കാലഘട്ടത്തിൽ സാഹിൽ തിളങ്ങി, വഹ് തൽവാർ പുരാനീതി, ആ വാള് പഴയതായിരുന്നു. പഠിത്താത്തോ ബേലാബി ചമക്കൂടി, പഠനത്തിൽ ബേലയും തിളങ്ങി, സൻ സതാവന്മേ, 57 കാലഘട്ടത്തിൽ, വഹ് തൽവാർ പുരാനിധി, പഠിത്തീതി, ആ വാള് പഴയതായിരുന്നു, അവൾ പഠിക്കുകയായിരുന്നു. ഈ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണെന്ന് ഉദ്ദേശിച്ചാൽ രണ്ടുപേരുടെയും പെരുമാറ്റം ഒരേ രീതിയിലായിരുന്നു. ഒരാൾ ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെയാണ് മറ്റേയാൾ ചെയ്യുക. ബേല പഠനത്തിലാണ് തിളങ്ങുന്നതെങ്കിൽ സാഹിലും അതേ കാര്യത്തിൽ തന്നെയാണ് തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബേല കഹത്തി, ബേല പറയുന്നു, ബഹൻജി പാനി പീനെ ചലി ജാവോ. ബഹൻജി ടീച്ചറെ വിളിക്കുന്നതാണ്. ബഹൻജി പാനി പീനെ ചലി ജാവോ, ഞാൻ വെള്ളം കുടിക്കാൻ പോകട്ടെ. സാഹിൽ ബി കഹത്ത്, അതേ നിമിഷത്തിൽ സാഹിലും പറയുന്നു, ബഹൻജി പാനി പീനെ ചലാ ജാവോ, ഞാനും വെള്ളം കുടിക്കാൻ പോകട്ടെ. ഗണിതക്കെ മാട്ട് സാബ്, ഇനി എന്താണ് സ്കൂളിലെ ഒരു ദുരനുഭവം, ബേലക്കുണ്ടായ ഒരു ദുരനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. അവരുടെ ഗണിത അധ്യാപകനായ സുരേന്ദ്ര മാസ്റ്ററെ കുറിച്ച്. ആ സുരേന്ദ്ര മാസ്റ്ററെ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെയധികം പേടിയായിരുന്നു. ആ കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്. അതിലേക്ക് നമുക്ക് കിടക്കാം. ഗണിതക്കെ മാട്ട് സാബ് സുരേന്ദ്രജി കാ പീരിയഡ്, ഗണിത അധ്യാപകൻ സുരേന്ദ്ര മാസ്റ്ററിന്റെ പീരിയഡ് ഗേൽ ഗണ്ടി കെ ബാദ് ആത്താത, പീട്ടിക്ക് ശേഷമുള്ള പീരിയഡ് ആയിരുന്നു. ബച്ചെ ഉൻസെ കാമ്പത്തേത്, കുട്ടികൾ അദ്ദേഹത്തെ വളരെയധികം പേടിച്ചിരുന്നു. അയാളെ കണ്ടാൽ വളരെയധികം വിറച്ചിരുന്നു. ഗേൽ ഗണ്ടി ബന്ദ് ഹോനേസെ, പീട്ടി പീരിയഡ് കഴിയുന്നതിന്റെ 2 മിനിറ്റ് പെഹലേഹി, 2 മിനിറ്റ് മുമ്പ് തന്നെ അപ്പനി ജഗഹോം പർ, തന്റെ സ്വന്തം സീറ്റിൽ കയറിയിരുന്നിട്ട് ആക്കർ ബൈറ്റ് ജാത്തെ, വന്നിരിക്കുമായിരുന്നു. സുരേന്ദ്രജി മാട്ട് സാബ് ഇസി പീരിയഡ് മേ, കാരണം എന്തെന്ന് ചോദിച്ചാൽ സുരേന്ദ്ര മാസ്റ്റർ വന്നാൽ ആ പീരിയഡ് കോപ്പി ചാഞ്ച് തേതെ, നോട്ട്ബുക്ക് പരിശോധിക്കുമായിരുന്നു. ജരാസി ഗലത്തി പർ, അല്പം പോലും തെറ്റ് കണ്ടാൽ ബച്ചോൻകോ ഇധർ ഉധർ ഫേങ്ക് ദേത്തെ, കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ തള്ളലായിരുന്നു. യാ ജാപ്പട് മാർനയിലേക്ക് തേതെ, അതല്ലെങ്കിൽ അവരെ അടിക്കുമായിരുന്നു. ഉൻകാ ഹാത്ത് ചലനാ ശുരു ഹോത്താത, അദ്ദേഹത്തിന്റെ കൈ ഒന്ന് ചലിക്കാൻ തുടങ്ങിയാൽ രുക്കിന ഭൂൽ ജാത്ത, അദ്ദേഹം എന്താണ് അത് നിർത്താൻ മറക്കുമായി, അടി തുടങ്ങിയാൽ അടി നിർത്താൻ അദ്ദേഹം മറക്കുമായിരുന്നു. ഏക് ദിൻ സുരേന്ദ്രജി മാട്ട് സാബിനെ, ഒരു ദിവസം സുരേന്ദ്ര മാട്ട് സാബ് ബേലാക്കി ബാലോമെ പംജ ഫംസായ, ബേലയുടെ മുടി പിടിച്ചു വലിച്ചു. പർ, എന്നാൽ ഷായത് ജിസ് ഗലത്തിക്കോ പാക്കർ, ഏത് തെറ്റ് കണ്ടിട്ടാണോ, ജിസ് ഗലത്തിക്കോ പാക്കർ, ഏത് തെറ്റ് കണ്ടിട്ടാണോ, വേ ഉസ്കെ ബാൽ പക്കടുക്കർ ഫേങ്കിനെ വാലേതെ, അദ്ദേഹം അവളുടെ മുടി പിടിച്ച് അവളെ വലിച്ച് തള്ളിയിട്ടത്, ഒറ്റ തള്ളു കൊടുത്തത്. വഹ് ഗലത്തീരി നഹീം, അതെന്തായിരുന്നില്ല, ഒരു തെറ്റായിരുന്നില്ല. ഉനോനെ ബേലാക്കോ ചോട് ദിയ, അദ്ദേഹം ബേലയെ ഒഴിവാക്കി, അവളുടെ മുടിയിൽ നിന്ന് പിടുത്ത് വിട്ടു. ബേലാക്കെ ഭയഭീത് ചെഹ്രേക്കോ ദേക്കർ, ബേലയുടെ ഭയമുള്ള മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തരഹ് ഡർ ഗയാത, സാഹിൽ വല്ലാതെ പേടിച്ചു പോയിരുന്നു. ഉസ്നെ ദേക്കാക്കി, അവൻ നോക്കിയപ്പോൾ ബേലാക്കെ പാവ്, ബേലയുടെ കാലുകള് അബീബി കാമ്പ് രഹി, അപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പിടിച്ചു തള്ളിയതിന്റെ ആ വിറയിൽ ഇപ്പോഴും മാറിയിട്ടില്ല, അവളുടെ കാലുകൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നു. ജയ്സെ വോ ഗഡേ ഗഡേ അബി ഗിർ ജായെങ്കി, അവന് തോന്നി അവൾ ആ നിന്ന നിൽപ്പിൽ തന്നെ വീണു പോകുമെന്ന് അവന് തോന്നിപ്പോയി. സുരേന്ദ്രജി മാട്ട് സാബിനെ കോപ്പി കോ ഉസ്കെ ബൈറ്റിനെ കി ജഗഹ് പർ ഫേങ്കത്തെ ഹുയെ കഹ, സുരേന്ദ്ര മാസ്റ്റർ ബേലയുടെ നോട്ട്ബുക്ക് എടുത്ത് അവൾ ഇരിക്കുന്ന സ്ഥലത്തോട്ട് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ബൈറ്റ് അപ്പനി ജഗഹ് പർ, നിന്റെ സീറ്റിൽ പോയിരിക്കൂ. ബേലാക്ക മൻ ബഹുത്ത് ഖറാബ് ഹോ ഗയാ, അതൊക്കെ കണ്ടപ്പോ ബേലയുടെ മനസ്സെന്താണ്, വളരെയധികം മടുത്തുപോയി. മാട്ട് സാബ് ചാഹേ, മാട്ട് സാബിനെ എന്തെന്താണ് ആഗ്രഹിക്കുന്ന വിധത്തിൽ എന്നെ അടിക്കാമായിരുന്നു, മുझे പീട്ടിലേറ്റ് എന്നെ അടിക്കാമായിരുന്നു. മഗർ സാഹിൽ കെ സാമനെ നഹി, പക്ഷെ അത് സാഹിലിന്റെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു.
वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी. വഹ് അവൾക്ക് എന്താണ് സാഹിലിന്റെ മുന്നിൽ സാഹിൽക്ക് സാമനെ സാഹിലിന്റെ മുന്നിൽ ഖുദ്കോ സ്വയം ഷർമിന്ദ മഹ്സൂസ് കർ രഹി थी നാണക്കേട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഷർമിന്ദ മഹ്സൂസ് നാണക്കേട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ക്യോംകി എന്തുകൊണ്ടെന്നാൽ വഹ് ജാൻതി थी അവൾക്ക് അറിയാമായിരുന്നു വഹ് സാഹിൽ കി നസർ മേ ബഹുത് അച്ചി ഹെ സാഹിലിന്റെ മുന്നിൽ അവൾ നല്ലൊരു കുട്ടിയാണ്, സാഹിലിന് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ബേല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. ജബ് വഹ് ഉസ്കെ പാസ് ആകർ ബൈഠി അവന്റെ അടുത്ത് പോയിരുന്നിട്ട് ഉസ്സേ നസർ നഹി മിലാ അവന്റെ മുഖത്തോട്ട് നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ സുരേന്ദ്രൻ മാസ്റ്ററുമായിട്ടുള്ള ആ ദുരനുഭവം, അദ്ദേഹത്തിൽ നിന്ന് ഏറ്റ ദുരനുഭവമാണ് ഇതുവരെ ഇവിടെ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.